ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അസൻസ് കിഡ് ബുക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പപ്പ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന കുറേ ചോക്ലേറ്റ്സും ചിപ്സും ഒക്കെ ഒരു അൺബോക്സിങ് വീഡിയോ എന്ന് പറയാം. സോ നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് കുറച്ച് കൺഫ്യൂഷനിൽ നിൽക്കുവാണ്. ആദ്യം ഇതൊക്കെ മധുരമുള്ള കാര്യമാണ്. സോ മധുരം കഴിച്ചിട്ട് കുറച്ച് മത്ത് പിടിച്ചിരിക്കുകയാണ് നമുക്ക് ഈ ഉപ്പുള്ള സ്ഥലങ്ങൾ, അതായത് ലേസ്, വിടമിൻ ലേസ്. ഓക്കെ, സോ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? യെസ്, നമുക്ക് ഓറഞ്ച് സ്റ്റാർട്ട് ചെയ്യും. നമ്മളിത് പൊട്ടിച്ചിട്ടുണ്ട്. ഇതാണ് നമുക്കിനി തുറക്കാം. ഇതിന്റെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ മിൽക്ക് ആൻഡ് ചോക്ലേറ്റ് ആണ്. ഇതിന്റെ പൊട്ടിപ്പോയി. ലൈക്ക് നോർമലി നമ്മൾ ഈ മാർക്കറ്റിൽ കാണുന്നത് ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറാണ്, പക്ഷെ ഇത് ലൈറ്റ് ആണ്. അതായത് മിൽക്ക് ആൻഡ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ആണ് ഈ ഓറിയോ. ട്രൈ നോക്കാതെ. ഗുഡ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമ്മൾ മിന്നീസ് ആണ് തുറക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓരോ പ്രോഡക്റ്റും തുറക്കുമ്പോഴത്തേക്കും അത് കുറേ സമയം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എല്ലാം തുറന്ന് വെച്ചിട്ട് നിങ്ങളെ കാണിക്കാമെന്ന്. അപ്പോൾ ഈ മിന്നീസിൻ്റെ അകത്ത് അടങ്ങുന്നത് മാഴ്സ്, ടിക്സ്, ബൗണ്ടി എന്ന് പറഞ്ഞാൽ അകത്ത് കോക്കനട്ട് ആണ്. ഞാൻ തുറന്ന് കാണിച്ചു തരാവേ. ഇതിൻ്റെ അകത്ത് കോക്കനട്ട് ഫില്ലിംഗ് ആണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിനകത്ത് കിട്ടുന്നത് ട്രിക്സും മാർസും ആണ്. ഇത് മെൽറ്റ് ആയിപ്പോയി. ഇതിനകത്ത് എന്ത് ഫില്ലിംഗ് ആണ് എക്സാക്ട്ലി പറയുന്നില്ല, പക്ഷെ എനിക്ക് തോന്നുന്നത് കാരമൽ ആണ്. മറ്റേ കാരമൽ കുറച്ച് സോൾട്ട് കൂടെ ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ ട്രിക്സ്. ഇതാണ് ആക്ച്വലി എൻ്റെ ചെറുപ്പം മുതലേ ഫേവറേറ്റ് ചോക്ലേറ്റ് ആണ്. ഇതാണ് ഫേവറേറ്റ് ചോക്ലേറ്റ്. അടുത്തതായി ഇതാണ് ജ്യൂസ്. ഇത് വന്നിട്ട് ഒരു ബിസ്ക്കറ്റും കാരമൽ ലെയറിങ്ങും ആണ് ഇതിനകത്തുള്ളത്. ഇഫ് ഐ എം കറക്റ്റ്, അതിനകത്ത് ഉള്ള ലെയറിങ്സ് ഇതാണ്. നമുക്ക് കഴിച്ചു നോക്കാം. ഗുഡ്. ഇനിയും വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്വിക്സും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ മറ്റേ ട്വിക്സിൻ്റെ തന്നെ ചോക്ലേറ്റ് ഏതാണ്ട് ക്യാൻഡി പോലെ വെച്ചേക്കുന്നു. ഒരു ടോഫിയുടെ പാക്കേജിങ്ങിൽ വെച്ചേക്കുവാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ട്വിക്സ് കുറച്ചും കൂടെ തിക്കായിരിക്കും. അത് മാത്രമല്ല നമുക്ക് ഒന്നും കൂടെ നന്നായിട്ട് ഈ ഫില്ലിങ്സ് ഒക്കെ കിട്ടും. പിന്നെ ഇത് ചെറുതുമായിരിക്കും. അത്രേ ഉള്ളൂ ഇതിൻ്റെ ഡിഫറൻസ്. പിന്നെ ഇത് വന്നിട്ട് വലിയതാണ്. ബാറായിട്ട് നമുക്ക് ട്വിക്സ് കിട്ടും. ഇനിയും നമുക്ക് നോക്കാനുള്ളത് റിപ്പിളും കാപ്രീസും. സോ ഇതാണ് റിപ്പിൾ. ഇത് എന്താണ് കയ്യിൽ നമുക്ക് മര്യാദ കിട്ടത്തില്ല. ഇങ്ങനെ പൊടിഞ്ഞു വരുന്ന ഒരു ചോക്ലേറ്റ് ആണ്. എന്തായാലും വായിലിട്ടാൽ നമുക്ക് നല്ല അലിഞ്ഞു പോകും. അങ്ങനെയാണ്. സൂപ്പർ. ഇനി നമുക്ക് തുറക്കാൻ പോകുന്നത് കാപ്രീസ്. ഇതെന്താണ്? പാപ്പാഡോ പൗലോസ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെ കാപ്രീസ്. ഇപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്ത് ഈ റിപ്പിളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ. ഇത് ഫ്ലേക്സ് എന്ന് പറയും. അങ്ങനത്തെ ഒരു സാധനം ഇതുപോലെ തന്നെയാണ്. ഫ്ലേക്സ് ആണ് ബൈ മിസ്റ്റേക്ക് ഇൻവെന്റ് ആയപ്പെട്ടൊരു സാധനം. ഇനി നമുക്ക് കാപ്രീസ് നോക്കാം. സോ നമ്മൾ ഇതിൻ്റെ മെയിൻ ടിന്ന് പൊട്ടിച്ചിട്ടുണ്ട്, അല്ല മെയിൻ ക്യാപ്പ് മാറ്റിയിട്ടുണ്ട്. സോ ഇത് കഴിക്കണം. ഇതിനകത്ത് പിന്നെയും പാക്കേജിങ് സോറി ക്ലോസ് ലിഡ് പോലെ. യെസ്, ഇത് ഏതാണ്ട് ഒരു ഫ്രൂട്ട്സിൻ്റെ മാതിരിയാണ് ഉള്ളത്. ഇപ്പം ഈ ഗാലക്സിയുടെ റിപ്പിൾ പോലെ തന്നെ ഗാലക്സിയുടെ ഫ്രൂട്ട്സും കിട്ടും. അതും ഈ സെയിം ഷേപ്പാണ്. സോ ഞാൻ ചെറുപ്പത്തിൽ ട്രൈ ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് കാപ്രീസ് ട്രൈ ചെയ്യുന്നത്. സോ കാപ്രീസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതൊരു ടിന്നിലാണ് വരുന്നത്. വേറെ രീതി വരുമെന്ന് എനിക്ക് അറിയില്ല, കാരണം ഞാൻ ആദ്യമായിട്ട് ഇത് കാണുന്നത്. നമുക്ക് നല്ല നീണ്ട സ്റ്റിക്ക്. ഫ്രൂട്ട്സ് ഇതിനെക്കാട്ടിലും കുറച്ചും കൂടെ തിക്കാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചും കൂടെ വലുപ്പമുണ്ട്. ദിസ് ഈസ് എ ചോക്ലേറ്റ് ഫില്ലിംഗ്. ഇനി നമ്മൾ തുറക്കാൻ
മറക്കേണ്ട 2 സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പത്ത് പിടിക്കുമ്പോഴത്തേക്ക് എടുക്കേണ്ട സാധനങ്ങളാണെന്ന് പറഞ്ഞത്. സോ നമുക്ക് ഇവിടെ കുറച്ച് മധുരം കഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഏതാണ് നോക്കേണ്ടത്? ഇതാണോ ഇതാണോ? ഓക്കെ, നമുക്ക് ഇത് തുറക്കാൻ കുറച്ച് പാടാണ്. ദിസ് ഈസ് ഫ്രഞ്ച് ചീസ് ലേസ്. എനിക്ക് ഏറ്റവും നോസ്റ്റ് അടിക്കുന്ന ഈ ചിപ്സിനെ കുറിച്ച് ഒന്നും പറയാമോ? നമ്മുടെ ഇന്ത്യയിലൊന്നും ഇങ്ങനത്തെ ഒരു ഫോട്ടോ കാണിക്കത്തില്ല. പണ്ട് ഞങ്ങൾ പറയായിരുന്നു ബിൽഗേറ്റ്സിന്റെ ഫാമിൽ നിന്നാണ് ഈ പൊട്ടറ്റോ ഒക്കെ എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തമാശ അടിക്കുമായിരുന്നു. ഇനി നമുക്കിത് തുറക്കാം. എല്ലാം പൊടിഞ്ഞാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ രൂപം. ഇത് അതിൻ്റെ മുകളിലുള്ള ഒരു ഫ്രഞ്ച് ചീസിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ട്. അടിപൊളി ടേസ്റ്റ്. എനിക്ക് ഇഷ്ടം. പണ്ടത്തെ പോലെ തന്നെ ഞാൻ ചെറുപ്പത്തിൽ എങ്ങനെയാണോ ഇത് ട്രൈ ചെയ്തത് അതുപോലെ തന്നെ ഉണ്ട് ഇതിൻ്റെ ടേസ്റ്റ്. സോ ഗുഡ്. നമുക്ക് സ്റ്റാക്സ് ട്രൈ ചെയ്യാം. കണ്ടപ്പോൾ ആദ്യം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എങ്ങനെയാ തുറക്കണ്ടേന്ന്. സോ ഇത് എന്താ ജസ്റ്റ് ചെയ്യേണ്ടത് വെച്ചാൽ മുകളിൽ ഈ ഒരു ലിഡുണ്ട്, അത് എനിക്ക് പിന്നെ ഡൗട്ട് ആണ്. അതിങ്ങനെ മുകളിലേക്ക് തുറക്കുക. തുറന്നു. ഇനിയും ഇവിടെ വലിക്കാനുള്ള സാധനമുണ്ട്, നമുക്കത് വലിക്കാം. ഞാൻ അടുത്ത് തരാം. ഓ, തുറക്കുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞത്, ഇതിന്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ BBQ ആണ്. ഏട്ടന് സിബ്ലിംഗ് അറ്റാക്ക് പണ്ടത്തെ പോലെ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് ഇതിൻ്റെ. നന്നായിട്ട് അതിൻ്റെ മുകളിൽ മസാല കാണാൻ പറ്റും. നീ കഴിക്കാം. ഇറ്റ് ടേസ്റ്റ് ഗുഡ്. ഇതിൻ്റെ പ്രിങ്കിൾസ് ചെയ്യുന്നത് ഇതിൻ്റെ ഓപ്പണിംഗ് രീതി കുറച്ച് ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഇതിൻ്റെ ലുക്കൊക്കെ കണ്ടിട്ട് പ്രിങ്കിൾസ് പോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്നാക്സ് ഹോൾ ഇവിടെ ലാസ്റ്റ് നമ്മൾ ഈ BBQ അൺബോക്സ് ചെയ്തുകൊണ്ട് തീർന്നു. അപ്പോൾ ഈ ഒരു സ്നാക്സ് അൺബോക്സിങ് ചെയ്തതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ ചീസ്, ഫ്രഞ്ച് ചീസ്, പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ട്രിക്സ് വാസ് മൈ ഫേവറേറ്റ്. മിനീസിനകത്തുള്ള ട്രിക്സ് ആയിരുന്നു. ഇന്നത്തെ സ്നാക്സ് അൺബോക്സിങ് വീഡിയോ മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ടാറ്റാ. Till I get up, time is barely on our side.